ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഒരു നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. നോമ്പിൻ്റെ പലതരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൂടെ കടന്നു പോവാറുണ്ട്. സമർപ്പണം നോമ്പിൻ്റെ അനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനമായൊരു ഘടകമാണ്. ഒരു വിശ്വാസി തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിൽ സമർപ്പിച്ചതായിരിക്കണം. വിശ്വാസ ജീവിതത്തിൻ്റെ പ്രകടമായ മുഖമാണ് സമർപ്പണം എന്നുള്ളത്. പഴയ നിയമ പശ്ചാത്തലത്തിൽ അവരുടെ ആരാധനയും വിശ്വാസ ജീവിതവും യാഗ കേന്ദ്രീകൃതമായിരുന്നു എന്ന് നമുക്കറിയാം. ഇസ്രായേലിൻ്റെ വിശ്വാസ ജീവിതം യാഗത്തിൽ അധിഷ്ഠിതമായിരുന്നു. അത്തരത്തിൽ യാഗം ജീവന്റെ അർപ്പണം കൂടെയാണ്. മരണത്തെ കൂടാതെ യാഗം സാധ്യമായിരുന്നതുമില്ല. എന്നാൽ ക്രിസ്തു എന്ന കുഞ്ഞാട് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി മാറിയതോടുകൂടെയാണ് മരണം എന്ന തലത്തിൽ നിന്നും പുതുജീവൻ എന്ന ഒരു തലത്തിലേക്ക് യാഗം മാറുന്നത്. നമുക്കും അങ്ങനെയാകാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാവുകയുള്ളൂ. ലോകം നൽകുന്ന പ്രതീക്ഷകളും ലൗകിക ജഡിക മോഹങ്ങളുമാണ് ഇന്ന് മുൻപോട്ട് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഇവയൊക്കെയും രൂപാന്തരത്തിനും സമർപ്പണത്തിനും ഒരു തടസ്സമായി തീരാം. ലോകമോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് കർത്താവിന് വേണ്ടി സ്വയം ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. എങ്കിൽ മാത്രമേ സമർപ്പണത്തോടു കൂടിയുള്ള ഒരു നോമ്പിൻ്റെ കാലഘട്ടവും മുൻപോട്ടുള്ള ജീവിതവും നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. ഇവിടെ ശരീരത്തിനല്ല ഒരു മാറ്റം ഉണ്ടാകേണ്ടത്, മറിച്ച് നമ്മുടെ മനസ്സിനാണ് ഒരു പുതുക്കത്തിൻ്റെ ആവശ്യം. അപ്പോൾ മാത്രമേ ദൈവത്തിന് പ്രസാദകരമാകുന്നതും നന്മ നിറഞ്ഞതുമായ പ്രവർത്തനങ്ങൾക്കും ശുശ്രൂഷകൾക്കും ഒരു ഭാഗമാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്രകാരം ഒരു സമർപ്പണത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും അനുഭവം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനും ഞങ്ങളുടെ പരിപാലകനുമായ സ്വർഗീയ നല്ല പിതാവേ, ഒരു നല്ല നോമ്പിൻ്റെ കാലഘട്ടം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരിക്കൽ കൂടി നൽകിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം കരയറ്റുന്നു. ഒരു രൂപാന്തരത്തിൻ്റെ, ഒരു സമർപ്പണത്തിൻ്റെ, പുതുക്കത്തിൻ്റെ അനുഭവം ഈ കാലഘട്ടത്തിൽ അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് അറിയുന്നുവല്ലോ. ഈ ഒരു നോമ്പിൻ്റെ കാലഘട്ടത്തിൽ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകളെ ചെയ്യുവാനും ദൈവരാജ്യ മഹത്വത്തിനായി ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.